ഹലോ കൂട്ടുകാരെ, ജോൺസൺസ് ഓട്ടോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ രാത്രി പള്ളിച്ചട്ടമ്പി സിനിമയൊക്കെ കണ്ട് കിടന്നുകൊണ്ട് രാവിലെ താമസിച്ചാണ് എഴുന്നേറ്റ് നമുക്കൊരു ഓട്ടം കിട്ടി. നമ്മൾ പെട്ടെന്ന് വണ്ടി കഴുകണമെന്നൊക്കെ ഓർത്തിരുന്നു. അപ്പോൾ ഇന്ന് വണ്ടി കഴുക്ക് നടന്നില്ല. പെട്ടെന്ന് തന്നെ തൂത്ത് റെഡിയാക്കി നമ്മൾ ചെന്ന് കടയിലോട്ട് ചെന്നപ്പോഴത്തേക്കും പോകാനുള്ള ആൾക്കാർ വന്നായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് രണ്ട് ഉന്നതികളിലായി 100-ലധികം ആളുകൾ താമസിക്കുന്ന മേമാരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങോട്ടുള്ള വഴികൾ ഇപ്പോൾ ഒരു 70% ഓക്കെയാണ്. എന്നിരുന്നാലും ബാക്കിയുള്ള കുറേയധികം റോഡുകൾ ഭയങ്കര ഒന്നും റെഡിയായിട്ടില്ല. ഇതിൻ്റെ കുറച്ച് നാൾ മുമ്പ് വരെ 4x4 ജീപ്പ് ആണ് കയറി പൊയ്ക്കൊണ്ടിരുന്നത്. വഴി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അതുപോലെ ബുദ്ധിമുട്ടുള്ള വഴിയാണ്. അങ്ങനെ നമ്മൾ കയറി മേമാരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അതിർത്തി എന്ന് വേണേൽ പറയാം. ഈ സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ നമുക്ക് BSNLൻ്റെ ടവറൊക്കെ വന്നിട്ടുണ്ട്. ഒരു ടവർ ഇവിടെയാണ് ഉള്ളത്. അതിർത്തി എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇതൊരു മലയാണ്. ചൊറിയൻ മേട് അല്ലെങ്കിൽ ചൊറിയൻ തണ്ട് എന്നൊക്കെയാണ് നമ്മളിതിന് പറയുന്നത്. ഇതിൻ്റെ അങ്ങ് താഴെ ആ കാട് പോലുള്ളതിനകത്താണ് ഈ 100ഓളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്നത്. നമുക്ക് ഇവിടെ ഓരോരുത്തർക്കും കുറേയധികം സ്ഥലങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വീടുകളൊന്നും അത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. എന്നാലും നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അവിടുന്ന് ഭയങ്കര ഇറക്കവും നല്ല വളവും ഒക്കെയുള്ള വഴികളാണ്. ഫുള്ള് പച്ചപ്പ്, അടിപൊളിയാണ്. താഴെക്കോടെ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ കാണാം, ഈ പോസ്റ്റുകളിലെല്ലാം മുള്ളുകമ്പി ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആന വലിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുള്ളുകമ്പി ഇട്ടേക്കുന്നത്. ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇടുക്കി റിസർവ് ഫോറസ്റ്റിൻ്റെ സ്ഥലങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ആകാശമൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് കണ്ടോ. അങ്ങനെ നമ്മൾ പോയി. പണ്ടിതിലെ ആൾക്കാർ മൊത്തം നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ വിശ്രമ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ചൊറിയമ്മേടെന്ന് പറയുന്ന ചൊറിയൻ മലയും. പിന്നെ ഇപ്പം നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഈ തോടും. ഈ തോടിൻ്റെ പേര് പൊട്ടൻപ്ലാക്കൽ തോട് എന്നാണ്. ഇവിടെ ആൾക്കാർ നടന്നു പോകുന്നവരെല്ലാം വന്ന് വിശ്രമിച്ചിട്ട് പോകുന്നൊരു സ്ഥലമാണ്. ഇവിടെ ആന വെള്ളം കുടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഈ വഴി ഇപ്പോൾ ഈ കാണുന്ന വഴികളെല്ലാം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 2-3 മാസത്തിന് മുമ്പ് കോൺക്രീറ്റ് ചെയ്തതാണ്. ഈ കാണുന്ന പാലത്തിനപ്പുറത്തോട്ടാണ് ഇവിടുത്തെ ആളുകളുടെ സ്ഥലങ്ങൾ ആരംഭിക്കുന്നത്. ഈ പാലം വരെ കാട് ഫോറസ്റ്റ് ഏരിയയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ആളുകളുടെ കൃഷി സ്ഥലങ്ങളാണ്. ഇതിനപ്പുറമൊക്കെ നല്ല കണ്ടമാണ്. ജാതിയും കവുങ്ങും മുളകും കാപ്പിയെല്ലാം കൃഷി ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കയറി ചെന്നു. നമ്മൾ ആളെ ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. തിരിച്ചു വരുമ്പം ഇവിടെ ഫ്രണ്ടിൽ നീല പെയിൻ്റ് അടിച്ച് ചെറിയൊരു നീല കളർ, വെള്ളയും നീലയായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ ഏക വിദ്യാലയം എന്ന് പറയുന്നത്. 1 തൊട്ട് 4 വരെ ഉള്ള കുട്ടികളെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് ഫോറസ്റ്റിൻ്റെ PDC കെട്ടിടം. ഇപ്പോൾ ഇവിടെ കുട്ടികളാരുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഗോത്രസാരഥിയുടെ വണ്ടി ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കുട്ടികളെല്ലാം 6-7 കിലോമീറ്റർ അപ്പുറമുള്ള കണ്ണമ്പടി സ്കൂളിലാണ് പഠിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു വളകോടോട്ടം കിട്ടിയായിരുന്നു. വളകോടോട്ടം വന്നപ്പോഴത്തേക്കും രാവിലത്തെ കാലാവസ്ഥയൊക്കെ മാറി നല്ല വെയിലായി. വളകോട്ടി പകൽ സമയം ഉച്ച സമയമായതുകൊണ്ട് ഓട്ടോ സ്റ്റാൻഡിലും കടകളിലും ഒന്നും ആരും ഇല്ല. നമ്മളൊരു 1 മണി സമയത്താണ് വളകോട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിലും 1-2 വണ്ടിയേ ഉള്ളൂ. സിറ്റിയിലാണെങ്കിലും കാര്യമായിട്ട് ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ വളകോട്ടിലെ ഓട്ടം എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ യാത്ര നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നല്ലൊരു